നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ചരിത്രം കുറിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ബി.ജെ.പി. വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാനത്ത്. ആദ്യ മന്ത്രിസഭാ സമ്മേളനത്തിൽ തന്നെ വർഷങ്ങളായി സൈന്യം മുമ്പോട്ട് വച്ചിരുന്ന ഒരാവശ്യം, ആ ആവശ്യത്തിന് അംഗീകാരം നൽകുകയായിരുന്നു. അതായത് പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമല്ല. ഈ ഭാഗങ്ങളിലൂടെ അനധികൃതമായി നുഴഞ്ഞുകയറ്റക്കാർ ഈ രാജ്യത്തേക്ക് കടക്കുന്നുണ്ട്. അവർ അനധികൃതമായി രാജ്യത്തേക്ക് കടന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോലും ഏർപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് സൈന്യം ഈ അതിർത്തികൾ വേലി കെട്ടിത്തിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പാകിസ്ഥാൻ അതിർത്തി പോലെ തന്നെ സുരക്ഷിതമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി ഭൂമി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കൈമാറാൻ മമതാ ബാനർജി സർക്കാർ തയ്യാറായിരുന്നില്ല. 15 വർഷം നീണ്ടുനിന്ന മമതാ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബി.ജെ.പി. പശ്ചിമ ബംഗാളിൽ ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയത്. അതിനുശേഷം ഉടൻ തന്നെ അടിയന്തരമായി ആദ്യ മന്ത്രിസഭാ സമ്മേളനത്തിൽ തന്നെ സൈന്യത്തിൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഉത്തരവിടുകയായിരുന്നു ക്യാബിനറ്റ്. 600 ഏക്കർ ഭൂമി അടിയന്തരമായി 45 ദിവസത്തിനുള്ളിൽ സൈന്യത്തിന് കൈമാറണമെന്നും അതിൻ്റെ ചുമതല ചീഫ് സെക്രട്ടറിക്കും റവന്യൂ സെക്രട്ടറിക്കും നൽകുകയാണ് ചെയ്തത്. ഇങ്ങനെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ചരിത്രപരമായ തീരുമാനമെടുത്ത ബി.ജെ.പി. സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാൻ മമതാ ബാനർജിയും ശ്രമിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഈ അടുത്ത കാലത്തെങ്ങും തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മമതാ ബാനർജിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാം എന്ന ആത്മവിശ്വാസം മമതാ ബാനർജിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബി.ജെ.പിക്കെതിരെ പോരാടാൻ അവർ CPM-നെയും കോൺഗ്രസിനെയും മറ്റ് ഇടതു പാർട്ടികളെയും ക്ഷണിച്ചു. പക്ഷേ അവർ മമതയുമായി കൂട്ടുകൂടാൻ തയ്യാറല്ല. സംസ്ഥാനത്ത് ബി.ജെ.പി. വളരാൻ കാരണം മമതാ ബാനർജിയുടെ നയങ്ങളാണ് എന്നാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസുമെല്ലാം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തൽക്കാലം മമതാ ബാനർജിക്കൊപ്പം ബംഗാളിൽ കൂട്ടുകൂടേണ്ട എന്ന തീരുമാനത്തിലാണ് ഈ രണ്ട് പാർട്ടികളും. ദേശീയ തലത്തിൽ ഇവരെല്ലാം ഒരേ മുന്നണിയിലാണ് എങ്കിൽ പോലും ബംഗാളിൽ അകലം പാലിക്കാൻ അവർ തീരുമാനമെടുക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒപ്പം കൂട്ടാനുള്ള തീരുമാനത്തിനു പിന്നിൽ ഭൂരിപക്ഷ പിന്തുണ തനിക്ക് നഷ്ടമായതാണ്. സംസ്ഥാനത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളെല്ലാം ബി.ജെ.പിയിലേക്ക് ഒന്നടങ്കം ഒഴുകിപ്പോയി. പിന്നീട് ന്യൂനപക്ഷ പ്രീണനം, കഴിഞ്ഞ 15 വർഷം സംസ്ഥാനത്ത് നടത്തിയ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ അനന്തര ഫലമാണത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മമതാ ബാനർജിക്ക് ഇപ്പോൾ ബോധ്യമായി. 200 സീറ്റിൽ നിന്നും 80 സീറ്റുകളിലേക്കാണ് മമതാ ബാനർജി ചുരുങ്ങിയത്. ഇങ്ങനെ ചരിത്ര വിജയം നേടാൻ ബി.ജെ.പിയെ സഹായിച്ച ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ഇതിൽ മമതാ ബാനർജിയുടെ ഭരണത്തിലെ ഈ പറയുന്ന ന്യൂനപക്ഷ പ്രീണനം മുതൽ രാജ്യവിരുദ്ധ സമീപനം വരെയുണ്ട്. പക്ഷേ ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടണമായിരുന്നു. സാധാരണക്കാരായ ബംഗാളി ജനതയെ മമതാ ബാനർജിയുടെ ഈ പറയുന്ന രാജ്യവിരുദ്ധ മനോഭാവം അത് തുറന്നു കാട്ടാനും പറഞ്ഞു മനസ്സിലാക്കിക്കാനും വളരെ പ്രയാസമായിരുന്നു. അവിടെയാണ് ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദ ബോസിൻ്റെ സംഭാവനയുള്ളത്. 3-3.5 വർഷക്കാലം മാത്രമാണ് CV ആനന്ദ ബോസ് പശ്ചിമ ബംഗാളിൻ്റെ ഗവർണർ പദവിയിലിരുന്നത്. എന്നാൽ ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇത് ബി.ജെ.പിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്ന് വിലയിരുത്തുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം ഇപ്പോൾ. അതായത് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ബംഗാളിൽ അക്രമ സംഭവങ്ങൾ ഒരു നിത്യ സംഭവമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ, വ്യാപകമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് ശ്രമിച്ചു. അദ്ദേഹം തൃണമൂൽ പ്രവർത്തകരുടെ അല്ലെങ്കിൽ തൃണമൂൽ ഗുണ്ടകളുടെ അക്രമത്തിന് ഇരയായ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഓരോ ജില്ലകളിലും അദ്ദേഹം സന്ദർശനം നടത്തി രാജ്ഭവനിൽ പീസ് റൂം സ്ഥാപിച്ചു. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയായ ആർക്ക് വേണമെങ്കിലും രാജ്ഭവനിലെത്തി തൻ്റെ പരാതി ബോധിപ്പിച്ചാൽ ഉടനടി നടപടി ഉറപ്പാണ്. ഇങ്ങനെ ഒരു സംവിധാനം ഗവർണർ തൻ്റെ പരിമിതമായ അധികാരം ഉപയോഗിച്ച് ബംഗാളിൽ നടപ്പിലാക്കി. കൂടുതൽ ജനകീയനായി മാറുകയായിരുന്നു ഈ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദ ബോസ്. അദ്ദേഹം രാജ്ഭവനിലിരുന്ന് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവർണറുടെ ഉത്തരവാദിത്വങ്ങൾ മാത്രമല്ല നിർവഹിച്ചത്. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമാണ് ഇന്ന് ബംഗാൾ സമൂഹത്തിൽ വന്ന ഈ വലിയ മാറ്റം.
സന്ദേശ് ഖലി സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ ജനവികാരം മമതാ ബാനർജിക്കെതിരെ ഉയർന്നു. മമതാ ബാനർജി എടുക്കുന്ന ഇരട്ടത്താപ്പുകളും മമതാ ബാനർജിയുടെ പോലീസ് ഈ പറയുന്ന കുറ്റവാളികളെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന നിലപാടുകളുമെല്ലാം ബംഗാൾ ഗവർണർ തുറന്നുകാട്ടി. സന്ദേശ് ഖലി വിഷയത്തിൽ സർക്കാരിനെതിരെ ഇദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിച്ചു. RG കർ മെഡിക്കൽ കോളേജിലെ ആ അനിഷ്ട സംഭവം ഉണ്ടായപ്പോഴും അദ്ദേഹം സർക്കാരിനെതിരെ തിരിഞ്ഞു. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ജനവിരുദ്ധ നയത്തിനെതിരെ അദ്ദേഹം പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന ഗുരുതരമായ സംഭവ വികാസങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ മാത്രമല്ല, മുഴുവൻ പശ്ചിമ ബംഗാളിൻ്റെയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം വന്നു. അതായത് അനധികൃതമായി ധാരാളം ബംഗ്ലാദേശികൾ അതിർത്തി പ്രദേശങ്ങളിൽ കുടിയേറി പാർക്കുന്നു. അവിടെ ഇന്ത്യ വിരുദ്ധ മനോഭാവം പ്രചരിപ്പിക്കുന്നു. അവിടെയുള്ള അതിർത്തി രക്ഷാ സൈനികർക്കെതിരെ അവർ പോരാട്ടം നടത്തുന്നു. ഇന്ത്യൻ ഡോഗ്സ് ഗോ ബാക്ക് എന്നുവരെയുള്ള മുദ്രാവാക്യങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ ഉയരാൻ തുടങ്ങി. അവിടെ BSF ഇത്തരത്തിലുള്ള അനധികൃതമായി നുഴഞ്ഞു കയറുന്നവരെ പിടികൂടി ക്യാമ്പിലാക്കുന്നുണ്ട്. ഇവർ വെറുതെ നുഴഞ്ഞു കയറുന്ന പാവങ്ങളല്ല, സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും അടക്കം ഇത്തരം ഈ നുഴഞ്ഞുകയറ്റത്തിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്. ഇവരെയെല്ലാം BSF പിടിച്ച് ക്യാമ്പുകളിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിർത്തി കാക്കാനുള്ള കമ്പിവേലി കെട്ടാനുള്ള സ്ഥലം പോലും സർക്കാർ അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ ആവശ്യമായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണ നിസ്സഹകരണമാണ് എന്ന് കണ്ടപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളിലൊന്നായ ഇന്റലിജൻസ് ബ്യൂറോ സഹായം തേടിയത് ഗവർണറുടേതായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഗവർണർ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഗവർണർ CV ആനന്ദ ബോസ് എത്തിയത് അവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹം പിന്നീട് സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് ഗ്രാമീണരുമായി അടുത്ത് ഇടപഴകാനാണ്. സൈന്യത്തിലെ ആശുപത്രി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യ നേത്ര ശസ്ത്രക്രിയകളും അതുപോലെ തന്നെ ഉന്നത നിലവാരമുള്ള കണ്ണടകൾ സൗജന്യമായി നൽകുക, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പരിപാടികൾ സൈന്യം അവിടെ നടത്തി. അതുകൊണ്ട് തന്നെ സൈന്യത്തോടൊപ്പം അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ നിൽക്കാൻ തുടങ്ങി. അതുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കുറഞ്ഞു. അവിടെ നുഴഞ്ഞു കയറുന്നവർക്ക് ഇന്ത്യയുടെ രേഖകളായിട്ടുള്ള ആധാർ അടക്കമുള്ള രേഖകൾ നിർമ്മിച്ചു നൽകുന്ന ഏജൻസികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. ഇങ്ങനെ ഗവർണർ നടത്തിയ ഇടപെടലുകൾ സാധാരണക്കാരായ ജനങ്ങളിൽ മമതാ ഭരണത്തിനും അപ്പുറം ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന തോന്നൽ ജനിപ്പിച്ചു. അതാണ് BJPയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടാൻ കാരണം. പിന്നോക്ക വിഭാഗങ്ങളിലെ ജനങ്ങൾ ഒന്നടങ്കം BJPയിലേക്ക് വന്നു. 3-ൽ നിന്ന് 77-ലേക്കും അവിടെ നിന്ന് 207-ലേക്കുമുള്ള BJPയുടെ വളർച്ചയിൽ ധാരാളം ഘടകങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിൽ നിർണായകമായ ഒരു ഘടകം ഈ ബോസ് എഫക്റ്റ് തന്നെയാണ്. IBയുടേതടക്കം നിർദ്ദേശപ്രകാരം അതിർത്തി പ്രദേശങ്ങളിൽ ഇദ്ദേഹം സന്ദർശനം നടത്തിയതിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഈ ഗവർണറുടെ റിപ്പോർട്ട് പോയി. അമിത്ഷാ മുഴുവൻ പിന്തുണയും നൽകുകയായിരുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾ തുടരാനും ബംഗാളിനെ പരിവർത്തനം ചെയ്യാൻ ദേശീയതയ്ക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. മമതാ ബാനർജി ഒരു വശത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രം ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഭരണം കാഴ്ചവെക്കുന്നു. മമതാ ബാനർജിയുടെ ദുർഭരണത്തിന് ഇരയായ ജനങ്ങളെ അടിച്ചമർത്തുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം നടത്തിയാൽ അവരെ കശാപ്പ് ചെയ്ത് കളയുന്ന രീതിയിലേക്ക്, അവർക്കെതിരെ കലാപം അഴിച്ചുവിടുന്ന തരത്തിലേക്ക്, അവരുടെ വീടുകൾ ഇടിച്ചു പൊളിക്കുക, ഗുണ്ടകളെ കൊണ്ട് വകവരുത്തുക, മർദ്ദിക്കുക, ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഭയന്ന് രാഷ്ട്രീയമായി മമതാ ബാനർജിയോട് വലിയ വിരോധമുണ്ടെങ്കിലും അവർക്ക് അനുകൂലമായി പ്രത്യക്ഷത്തിൽ നിന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ ധൈര്യമുണ്ടാക്കി കൊടുക്കുന്നതിൽ ഗവർണർക്ക് വലിയ പങ്ക് വഹിക്കാനായി. ഇതാണ് BJPയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച അനേകം ഘടകങ്ങളിൽ ഒന്ന്. എന്തായാലും BJP ഇപ്പോൾ വലിയ മാറ്റം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. മമതാ ബാനർജി സർക്കാരിനെ 15 വർഷങ്ങൾക്ക് ശേഷം വലിച്ചു താഴെയിടുന്നു. സുവേന്ദു അധികാരി എന്ന ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വലങ്കയായിരുന്ന രാഷ്ട്രീയ നേതാവിനെ തന്നെ BJPയിലേക്ക് എത്തിച്ച് BJPയെ അവിടെ ഒരു വലിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയും ആ സംസ്ഥാനത്തിൽ BJPയെ ഭരണത്തിലെത്തിക്കാനും കേന്ദ്ര നേതൃത്വത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തെ സംഘടനാ സംവിധാനങ്ങൾക്കും കഴിഞ്ഞു.
ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് CV ആനന്ദബോസ് പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞത്. തമിഴ്നാട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചുമതലയുണ്ടായിരുന്ന RN രവിയാണ് ഇപ്പോൾ ബംഗാൾ ഗവർണർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വളരെ കൃത്യമായി മാനേജ് ചെയ്യാനും ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യമുള്ളവ അടക്കമുണ്ടായാൽ അവിടെ മേൽക്കോയ്മ നേടാനുമൊക്കെ ആയിരിക്കാം ഗവർണറെ എന്തായാലും മാറ്റി പരീക്ഷിക്കാൻ സർക്കാർ തയ്യാറായത്. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 3-3.5 വർഷക്കാലം ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പശ്ചിമ ബംഗാളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ BJPയുടെ വിജയത്തിലേക്ക് നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ഗവർണറുടെ പരിമിതമായ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. പക്ഷേ ആ അധികാരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഗവർണർമാർ സംസ്ഥാനത്തെ രാഷ്ട്രീയങ്ങളിൽ അങ്ങനെ പ്രത്യക്ഷമായി ഇടപെടുന്നത് ശരിയല്ല എന്ന ഒരു ഭരണഘടനാ ആഖ്യാനമുണ്ട്. പക്ഷേ ഇവിടെ ഗവർണർ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തൻ്റെ പരിമിതമായ അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് CV ആനന്ദബോസ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ BJPയുടെ വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെയും കരങ്ങളുണ്ട് എന്ന് നിസ്സംശയം പറയാം.